പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ റിവ്യൂ ആണ്. എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റ് ആരംഭിക്കുന്നത് വുമൺസ് ചേംബർ മത്സരത്തോട് കൂടിയിട്ടാണ്. ഈ വുമൺസ് ചേംബർ മത്സരത്തിൽ ഈ മത്സരം ആരംഭിക്കുന്നത് കിയാന ജെയിംസും ടിഫനി സ്ട്രാറ്റൻ എന്ന് പറയുന്ന റെസ്ലറും കൂടിയിട്ടാണ്. മത്സരം നല്ലൊരു ഫാസ്റ്റുള്ളൊരു മത്സരമായിരുന്നു. അതായത് ലാഗടിപ്പിക്കാതെ നല്ല നല്ല മൂവ്സ് ചെയ്തിട്ട് അവർ മത്സരം മുന്നോട്ടേക്ക് കൊണ്ടുപോയി. അങ്ങനെ കിടിലൻ മൊമെൻറ്റ്സിലൂടെയാണ് മത്സരം പോയത്. ഇതിലെ ഈ 4 പോഡുകളിൽ നിന്ന് ആദ്യം വന്ന ഒരു എൻട്രൻ്റ് അത് ആസ്കയായിരുന്നു. ആസ്ക റിങ്ങിലേക്കുള്ള ഒരു സമയം വന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ കിയാന ജെയിംസ് ആസ്കയെ പോയി അടിച്ചു. പക്ഷേ ആസ്കയുടെ കുറച്ച് അഗ്രസീവായിട്ടുള്ള കുറച്ച് മൂവ്സ് പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ക്രൗഡിൻ്റെ ഒരു സപ്പോർട്ട് ആസ്കയ്ക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അലക്സിയ ബ്ലിസ് അങ്ങനെയുള്ള താരങ്ങളൊക്കെ വന്നു. അവസാനം വന്ന റെഗൽ റോഡ്രിഗസ് കൂടി മത്സരത്തിലേക്ക് എത്തുമ്പോഴാണ് മത്സരത്തിൻ്റെ ഒരു പേസ് കുറച്ചുകൂടി മാറുന്നത്. റെഗൽ റോഡ്രിഗസിനെ വളരെ സ്ട്രോങ് ആയിട്ട് മത്സരത്തിൽ കാണിച്ചിട്ടുണ്ട്. ഈ വുമൺസ് ചേംബറിൽ ആദ്യം എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത് അലക്സിയ ബ്ലിസ് ആണ്. കിയാന ജെയിംസ് ആണ് അലക്സിയ ബ്ലിസിനെ എലിമിനേറ്റ് ചെയ്തത്. പക്ഷേ ആസ്ക ഗ്രീൻ മിസ്റ്റ് ഉപയോഗിച്ച് അലക്സിയ ബ്ലിസിനെ ആക്രമിക്കുന്നത് ആ ഒരു ഘട്ടം മുതലെടുത്തുകൊണ്ടാണ് കിയാന ജെയിംസ് അലക്സിയ ബ്ലിസിനെ എലിമിനേറ്റ് ചെയ്തത്. റെഗൽ റോഡ്രിഗസ് ആസ്കയെയും കിയാന ജെയിംസിനെയും ഒരേ സമയത്ത് പിൻ ചെയ്തിട്ടും എലിമിനേറ്റ് ചെയ്തതായിട്ട് നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിച്ചു. പിന്നീട് ടിഫനി സ്ട്രാറ്റൻ റെഗൽ റോഡ്രിഗസിനെ പിൻ ചെയ്ത് എലിമിനേറ്റ് ചെയ്തു. അവസാനം ടിഫനി സ്ട്രാറ്റനും റിയ റിപ്ലിയും അവശേഷിച്ച മത്സരത്തിൽ ടിഫനി സ്ട്രാറ്റനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് റിപ്ലൈഡ് എന്ന് പറയുന്ന ഫിനിഷർ ഉപയോഗിച്ച് ടിഫനിയെയും റിയ റിപ്ലി എലിമിനേറ്റ് ചെയ്തു. അങ്ങനെ റെസ്ൽമേനിയ 42-ൽ ജേഡ് കാർഗിൽ എന്ന WWE വുമൺസ് ചാമ്പ്യൻഷിപ്പിനെ റിയ റിപ്ലിയാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നും ആ ഒഫീഷ്യൽ മാച്ച് കാർഡ് അവർ കൺഫേം ചെയ്തതുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തുടക്കത്തിലേ നമുക്ക് കാണാൻ സാധിച്ചു. ഇതൊരു ഗംഭീരമായിട്ടുള്ള ഒരു മത്സരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ മാച്ചായി നമുക്ക് കാണാൻ സാധിച്ചത് നിലവിലെ വുമൺസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ച് എജെ ലീ എന്ന് പറയുന്ന റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. എജെ ലീ 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു 1-on-1 മത്സരത്തിന് വേണ്ടി റിങ്ങിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എക്സൈറ്റ്മെൻറ്റ് വലിയ രീതിയിലുണ്ടായിരുന്നു ഈ ഒരു മാച്ചിന്. എജെ ലീയുടെ പ്രകടനം എങ്ങനെയായിരിക്കും, എജെ ലീക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമോ, ക്രൗഡിൻ്റെ ഒരു റിസപ്ഷൻ എങ്ങനെയായിരിക്കും എജെ ലീയുടെ പ്രകടനത്തെ സംബന്ധിച്ച് എന്നുള്ള വലിയ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ മത്സരത്തിൽ ഉണ്ടായിരുന്നു. മത്സരം ഇന്നത്തെ ഈ 4 മത്സരങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട മത്സരം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്ലോ ആയിരുന്നു. സ്ലോ മാത്രമല്ല ഓരോ മൂവ്സും ചെയ്തിട്ട് അടുത്ത മൂവ്സ് അല്ലെങ്കിൽ അടുത്ത ആ ഒരു ഘട്ടത്തിന് വേണ്ടി ഇരുവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള ഒരു കെമിസ്ട്രി ഇവർക്കിടയിൽ വർക്കൗട്ട് ചെയ്യാത്ത പോലെ ഫീൽ ചെയ്തു. ഈ മത്സരം നിയന്ത്രിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് ജെസിക്ക കാർ എന്ന് പറയുന്ന റെഫറി ആയിരുന്നു. ബെക്കി ലഞ്ചും ജെസിക്ക കാർ തമ്മിലുള്ള ഒരു ഹിസ്റ്ററി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കൃത്യമായി വീക്ക്ലി എപ്പിസോഡ്സ് ഫോളോ ചെയ്തവർക്ക് അറിയാം. അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ടേൺ ഈ ഒരു മത്സരത്തിൽ പ്രതീക്ഷിക്കാം എന്നുള്ളത് തുടക്കത്തിലെ ഉറപ്പായിരുന്നു. അതുതന്നെയാണ് മത്സരത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ബെക്കി ലഞ്ച് എജെ ലീയെ ആക്രമിക്കുന്നത് ജെസിക്ക കാറിൻ്റെ മേത്തേക്ക് കൊള്ളുന്നു. അങ്ങനെ ജെസിക്ക കാർ എന്ന് പറയുന്ന റെഫറി അൺകോൺഷ്യസ് ആകുന്നു. പിന്നീട് മത്സരത്തിൽ ആ ടേൺ ബാക്കിലൊക്കെ ഊരുന്നതും സ്റ്റീൽ ചെയർ ഉപയോഗിച്ച് അതിലേക്കൊക്കെ ഫിനിഷർ അടിക്കുന്നതും ഈ അവസരങ്ങളിലൊക്കെ എജെ ലീ ആ പിൻ അറ്റംപ്റ്റ് കിക്ക് ഔട്ട് ചെയ്ത് തിരികെ വരുന്നതും അവസാനം ജെസിക്ക കാറിൻ്റെ ഒരു മൊമെൻറ്റ് കാണിക്കുന്നുണ്ട്. അതായത് ആ ടേൺ ബക്കിളിൻ്റെ പേഡ് എടുത്ത് മാറ്റിയതിലേക്ക് എജെ ലീയെ ആ മുഖം കൊണ്ടുപോയിട്ട് അടിക്കാൻ വേണ്ടി ബെക്കി ലഞ്ച് ശ്രമിക്കുന്ന സമയത്ത് അത് ജെസിക്ക കാർ തടയുന്നുണ്ട്. ഈ അവസരത്തിൽ എജെ ലീ സബ്മിഷൻ ബെക്കി ലഞ്ചിനെതിരെ ഉപയോഗിക്കുന്നതും അങ്ങനെ ബെക്കി ലഞ്ച് സബ്മിറ്റ് ചെയ്യുന്നതും മത്സരം എജെ ലീ പുതിയ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആകുന്ന ഒരു രീതിയിലുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു മോശപ്പെട്ട മത്സരമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ മത്സരം വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്ക് ഫിൻ ബാലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ഫിൻ ബാലർ പുതിയ ചാമ്പ്യൻ ആകുമെന്നൊന്നും നമുക്ക് ഈ ഒരു മത്സരത്തെ സംബന്ധിച്ച് യാതൊരുവിധ പ്രതീക്ഷയും ഇല്ലാത്ത മത്സരമായിരുന്നു. മത്സരത്തിൽ ഈ റെസ്ലേഴ്സിൻ്റെ ഒരു പ്രകടനം തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. ഒരു സ്പെഷ്യൽ എൻട്രൻസ് ഒക്കെ സ്വന്തം ജന്മനാട്ടിൽ വെച്ച് CM പങ്കിനെ കൊടുത്തിട്ട് ഗംഭീര വരവേൽപ്പൊക്കെ കൊടുത്തിട്ടാണ് CM പങ്കിൻ്റെ മത്സരം ഓണാകുന്നത്. അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവസാനത്തെ കുറച്ച് സീക്വൻസുകൾ മാറ്റി നിർത്തിയാൽ ഇപ്പോൾ വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒരു ഉറക്ക ഗുളികയായിട്ടുള്ള ഒരു മത്സരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. റോയിൽ ഇവർക്ക് മുമ്പ് നടന്ന ഒരു മത്സരമുണ്ട്. ആ ഒരു മത്സരത്തിൻ്റെ ഒരു ഫീൽ പോയി ഈ ഒരു മത്സരത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും CM പങ്ക് ഫിൻ ബാലറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്തതാണ് കാണാൻ സാധിച്ചത്. അവസാന നിമിഷങ്ങളിൽ ഫിൻ ബാലറിൻ്റെ സ്ലിംഗ് ബ്ലേഡ് എന്ന് പറയുന്ന ആ ഒരു സിഗ്നേച്ചർ മൂവ് കുറേയധികം ഉപയോഗിക്കുന്നതും ഫിൻ ബാലറിനെതിരെ GTs എന്ന് പറയുന്ന ഫിനിഷർ കുറേയധികം CM പങ്ക് ഉപയോഗിക്കുന്നതായിട്ടും കാണാൻ സാധിച്ചു. ആ ഷാർപ്പ് ഷൂട്ടറിലേക്ക് ആ ഒരു മൂവ്
അദ്ദേഹം കൊണ്ടുവന്ന രീതിയൊക്കെ മനോഹരമായിട്ടുണ്ടായിരുന്നു. എന്തായാലും പിൻഫോളിലൂടെ തന്നെ CM പങ്കിനെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ഫിൻ ബാലർ കൈ കൊടുക്കുന്നു, ഫിൻ ബാലർ റിംഗ് വിട്ട് ഇറങ്ങുന്നു, AJ Lee റിംഗിലേക്ക് വരുന്നു. AJ Lee ആ ചാമ്പ്യൻഷിപ്പും CM പങ്ക് വേൾഡ് ടൈറ്റിലും എടുത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റും കൂടി കാണിച്ചിട്ടാണ് നമുക്കിന്ന് എലിമിനേഷൻ ചേംബറിൻ്റെ ആ ഒരു മാച്ചിൻ്റെ ഒരു റിസൾട്ട് കാണാൻ സാധിച്ചു. എലിമിനേഷൻ ചേംബറിൽ എല്ലാവരും ഉറ്റുനോക്കിയ മറ്റൊരു പോയിന്റ് ആ ഒരു മിസ്റ്ററി ബോക്സിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, ആരായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ AEW മുൻ താരമായ ഡാൻ ഹാൻസൺ എന്ന് പറയുന്ന ഒരു റെസ്ലറാണ് ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ എന്നുള്ളത് അവർ റിവീൽ ചെയ്യുകയുണ്ടായി. ഡാൻ ഹാൻസന് നല്ലൊരു സപ്പോർട്ട് ക്രൗഡിൻ്റെ ഭാഗത്ത് തുടക്കത്തിൽ കിട്ടുന്നതായി കാണാൻ സാധിച്ചു. പക്ഷേ മൊത്തത്തിൽ ഒരു സോഷ്യൽ മീഡിയ റെസ്പോൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡാൻ ഹാൻസൺ എന്ന് പറയുന്ന റെസ്ലറിന് അത്ര വലിയൊരു വരവേൽപ്പല്ല മൊത്തത്തിൽ കിട്ടിയിട്ടുള്ളത്. ഇൻ്റർനാഷണൽ ഓഡിയൻസിൻ്റെ ഇടയിലൊന്നും അദ്ദേഹം വലിയ പോപ്പുലർ അല്ല. AEWയിൽ പോലും കൃത്യമായിട്ടുള്ള അവസരങ്ങളൊന്നും താരത്തിന് കിട്ടിയിട്ടില്ല. ചില ഒരു രസകരമായിട്ടുള്ള ഒരു കോമഡികൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ CM പങ്കിൻ്റെ സുഹൃത്തായതുകൊണ്ടാണ് WWE ഡാൻ ഹാൻസന് ഒരു കോൺട്രാക്റ്റ് കൊടുത്ത് സൈൻ ചെയ്തത് എന്നാണ്. അല്ലാതെ പ്രത്യേകിച്ച് കഴിവൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ഉടനെ ചർച്ച ചെയ്യാം. മെയിൻ ഈവൻറ്റ് മത്സരമായി കാണാൻ സാധിച്ചത് മെൻസ് എലിമിനേഷൻ ചേംബർ മത്സരമായിരുന്നു. ഈ ചേംബർ മത്സരം ആരംഭം കുറിക്കുന്നത് കോഡി റോഡ്സും ജിവോൺ എവൻസും തമ്മിലുള്ള ഒരു ഫൈറ്റോട് കൂടിയിട്ടാണ്. പിന്നീട് ട്രിക് വില്യംസ്, LA നൈറ്റ്, ലോഗൻ പോൾ, റാൻഡി ഓട്ടൻ തുടങ്ങിയവരൊക്കെ ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ മത്സരത്തിലെ ഒരു ആദ്യ എലിമിനേഷൻ നടക്കുന്നത് ജിവോൺ എവൻസിനെ ലോഗൻ പോൾ പരാജയപ്പെടുത്തുന്നതിലോട് കൂടിയിട്ടാണ്. പിന്നീട് ഈ LA നൈറ്റിനെയും ട്രിക് വില്യംസിനെയും ലോഗൻ പോളിന് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. LA നൈറ്റിനെ ലോ ബ്ലോ കൊടുത്തിട്ടാണ് ലോഗൻ പോൾ എലിമിനേറ്റ് ചെയ്യുന്നത്. ട്രിക് വില്യംസിനെ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം ട്രിക് വില്യംസിനെ ആ ഒരു ചേംബറിനെ പുറത്തേക്ക് എത്തിക്കാൻ കുറച്ച് പെടാപ്പാട് റഫറി പെടുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് ആ മാസ്ക് ഇട്ട റെസ്ലറിൻ്റെ ഒരു വരവിനാണ് എന്നുള്ളത്. അപ്പോൾ ആദ്യം ഒരു ഡമ്മി മാസ്ക് വന്നു, അദ്ദേഹത്തെ സെക്യൂരിറ്റി സ്ഥലം പിടിച്ചു നിർത്തി. പിന്നീട് മറ്റൊരു റെസ്ലർ വന്നു. ആ റെസ്ലർ വന്നിട്ട് കെർബ് സ്റ്റോംപ് ചെയ്യുമ്പോൾ തന്നെ കാര്യം വ്യക്തമായിരുന്നു, അത് സെത്ത് റോളിൻസ് തന്നെയായിരിക്കും എന്നുള്ളത്. സെത്ത് റോളിൻസിൻ്റെ ആ ഒരു ഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ കൃത്യമായി ആ ഒരു മാസ്ക് ഊരി അത് സെത്താണെന്ന് വെളിപ്പെടുത്തി. അപ്പോൾ ക്രൗഡിൻ്റെ ഒരു സപ്പോർട്ട്, വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് സെത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അപ്പോൾ തന്നെ ഡ്രൂ മാക്കൻഡയർ വന്നിട്ട് കോഡി റോഡ്സിനെ ആക്രമിക്കുന്നുണ്ട്. അതായത് സെത്ത് കെർബ് സ്റ്റോംപ് കൊടുത്ത് ലോഗൻ പോളിനെ ആക്രമിച്ച അവസരം കോഡി റോഡ്സ് മുതലെടുത്ത് ലോഗൻ പോളിനെ കോഡി റോഡ്സ് എലിമിനേറ്റ് ചെയ്യുന്നു. ഇതേ കോഡി റോഡ്സിനെ WWE ചാമ്പ്യനായ ഡ്രൂ മാക്കൻഡയർ വന്നിട്ട് ആക്രമിക്കുന്നു. ഡ്രൂ മാക്കൻഡയറിനെ റാൻഡി ഓർട്ടനും ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അദ്ദേഹം RKO കൊടുക്കുന്നു. അതിനുശേഷം ക്രോസ് റോഡ്സ് എന്ന് പറയുന്ന ഫിനിഷർ ഉപയോഗിച്ച് കോഡി റോഡ്സും ആക്രമിക്കുന്നു. തിരിഞ്ഞ കോഡി റോഡ്സിനെ റാൻഡി ഓർട്ടൻ RKO കൊടുത്ത് മത്സരത്തിൽ കോഡിയെയും എലിമിനേറ്റ് ചെയ്തുകൊണ്ട് മെൻസ് ചേംബർ മത്സരം വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ റാൻഡി ഓട്ടൻ റെസൽമേനിയ 42 ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനർത്ഥം ഡ്രൂ മാക്കൻഡയർ വേഴ്സസ് റാൻഡി ഓട്ടൻ തമ്മിലുള്ള മത്സരമാണ് റെസൽമേനിയ 42 നടക്കാൻ പോകുന്നത് എന്നുള്ളതല്ല. അതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നേക്കാം. കാരണം ഈ ചേംബർ കഴിഞ്ഞതിന് ശേഷമുള്ള പോസ്റ്റ് ഷോ പ്രസ് കോൺഫറൻസിൽ നിക് ഓൾഡിസ് എന്ന് പറയുന്ന സ്മാക്ഡൗൺ ജനറൽ മാനേജർ ഡ്രൂ മാക്കൻഡയറിൻ്റെ ചാമ്പ്യൻഷിപ്പ് ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ കോഡി റോഡ്സിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു മത്സരം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കുന്നു. അപ്പോൾ ആ ഒരു മത്സരത്തിൻ്റെ റിസൾട്ട് അനുസരിച്ചിരിക്കും റാൻഡി ഓട്ടൻ ഏത് ചാമ്പ്യനെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മത്സരമാണ് റെസൽമേനിയ 42 കളിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു കാര്യം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു മത്സരങ്ങളും റിസൾട്ടുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. എലിമിനേഷൻ ചേംബർ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ചും കൂടി നിലവാരം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.